സർ, നമ്മുടെ നാടുകളിലൊക്കെ പൊതുവേ ആളുകൾക്കുള്ള ഒരു ധാരണയുണ്ട്, ഷുഗറിൻ്റെ മരുന്ന് കുറേ കാലം ഉപയോഗിച്ചാൽ ഡയാലിസിസിനോ അല്ലെങ്കിൽ കിഡ്നിയുമായി ബന്ധപ്പെട്ട പിന്നെ CKD പോലെയുള്ള അസുഖങ്ങളിലേക്കൊക്കെ മാറും എന്നുള്ള ഒരു ധാരണയുണ്ട്. അത് എത്രത്തോളം വാസ്തവമാണ്? ഇത് ആക്ച്വലി നമ്മുടെ OP-യിൽ ഞങ്ങൾ എന്നും കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഞാൻ ഈ മരുന്ന് കുടിച്ചിട്ട് എൻ്റെ കിഡ്നി കേടുവരില്ലേ, ഞാൻ ചെറുപ്പത്തിലെ ഷുഗറിൻ്റെ മരുന്ന് തുടങ്ങിയിട്ട് എൻ്റെ കിഡ്നി കേടുവരില്ലേ. സത്യത്തിൽ ഡയബറ്റിസ് എന്ന അസുഖത്തിൻ്റെ ഒരു കോംപ്ലിക്കേഷനാണ് ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറയുന്നത്. പ്രമേഹ രോഗം നമ്മുടെ രക്തക്കൊഴലുകളെ ബാധിക്കുമ്പോൾ കിഡ്നിയിലെ രക്തക്കൊഴലുകൾ വഴി പ്രോട്ടീൻ സെക്രീഷൻ കൂടുകയും പ്രോട്ടീൻ അധികമായി പുറത്തു പോവുകയും അത് നമ്മുടെ ഗ്ലോമറുലസിനെ കേടുവരുത്തി അങ്ങനെയാണ് ഡയബറ്റിക് നെഫ്രോപ്പതി വരുന്നത്. അപ്പോൾ ഈ ഡയബറ്റിക് നെഫ്രോപ്പതി പ്രിവെൻറ്റ് ചെയ്യാൻ ഒറ്റ വഴിയേ ഉള്ളൂ, പ്രമേഹത്തെ ഏറ്റവും നന്നായി കൺട്രോൾ ചെയ്യുക. അതാണ്. അപ്പോൾ അതിന് മരുന്ന് കുടിക്കണം എന്നുള്ളതിൽ സംശയമില്ലല്ലോ, അല്ലാതെ എങ്ങനെ കൺട്രോൾ ചെയ്യുക? അപ്പോൾ ഈ പ്രമേഹത്തിന് ഇന്ന് ഉപയോഗിക്കുന്ന മരുന്നുകളൊന്നും കിഡ്നിയെ കേടുവരുത്തുന്നവയല്ല. പക്ഷേ ഡയബറ്റിസ് ആസച്ച് കിഡ്നിയെ കേടുവരുത്തും. കൃത്യമായി കറക്റ്റായിട്ട് നിങ്ങൾ വ്യക്തമായ ഒരു എവിഡൻസ് ഉള്ള മെഡിസിൻ അതിൻ്റെ അറിയാവുന്ന ഒരാളെ കണ്ട്, ഒരു ഡോക്ടറെ കണ്ട് കറക്റ്റായിട്ട് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കിഡ്നി പ്രമേഹം ഇല്ലാത്ത ആളെ മാതിരി തന്നെ സേഫ് ആയിരിക്കും. പക്ഷെ പ്രമേഹ നിയന്ത്രണം വളരെ പ്രധാനമാണ്. ഓക്കെ, നമ്മുടെ നാടുകളിൽ അപൂർവമായിട്ടാണെങ്കിൽ പോലും കാണുന്ന ഒരു സംഗതിയാണ് ഈ പ്രമേഹം വന്നിട്ട്, ഡയബറ്റിക്സ് വന്നിട്ട് അവയവങ്ങളൊക്കെ മുറിച്ച് മാറ്റുന്നു. പ്രത്യേകിച്ച് കാല്, അതുപോലെ കൈകൾ, ഇങ്ങനെയൊക്കെയുള്ള അവയവങ്ങളെ മുറിച്ച് മാറ്റുന്നു. ഇത് നിയന്ത്രിക്കാൻ പറ്റില്ലേ? ഇതിന് ട്രീറ്റ്മെൻറ്റ് ഇത് മുറിക്കലല്ലാതെ മറ്റു വഴികളൊന്നുമില്ലേ? അതിന് പല ഭാഗങ്ങളായിട്ട് തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്. ഇത് ആദ്യകാലങ്ങളിൽ ഇത് വളരെ കൂടുതലായിരുന്നു, പ്രമേഹ നിയന്ത്രണത്തിനോ അല്ലെങ്കിൽ നമ്മുടെ മറ്റ് ചികിത്സകളോ ഇല്ലാത്ത കാലത്ത്. ഇതിന് പ്രധാന കാരണം 3 എണ്ണമാണ്. ഒന്ന്, അനിയന്ത്രിതമായ പ്രമേഹം. രണ്ടാമത് പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയും, അതായത് കാലിലേക്കുള്ള ഞരമ്പുകളിലേക്ക് പ്രമേഹം ബാധിച്ച് നമുക്ക് സെൻസേഷൻ ഇല്ലാതാവും. മൂന്നാമതായിട്ട് കാലിലേക്കുള്ള രക്തോട്ടത്തെ കുറയുന്നതിന് പെരിഫറൽ വാസ്കുലർ ഡിസീസ് എന്ന് പറയും, അത് കാരണം രക്തോട്ടം ഇല്ലാതാവുക. ഇതിൻ്റെ കൂടെ സ്മോക്കിങ്ങും കൂടി വരുമ്പോൾ ഈ രക്തോട്ടം വളരെ കുറഞ്ഞു പോകും. അവിടെ എന്തെങ്കിലും ഒരു മുറിവ് പറ്റിയാൽ നമ്മളത് നോട്ടീസ് ചെയ്യാതെ ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാലാണ് ഇത്തരത്തിലുള്ള ആംപ്യൂട്ടേഷൻസ് വേണ്ടി വരുന്നത്. അതിന് ഇന്ന് വളരെ ബെറ്റർ ചികിത്സകളുണ്ട്. ഒന്നാമതായിട്ട് നമുക്ക് പ്രമേഹത്തെ വളരെ നന്നായി കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ന്യൂറോപ്പതികളെ പല മരുന്നുകൾ വെച്ചിട്ട് സെൻസേഷൻ ഇമ്പ്രൂവ് ചെയ്യിക്കാൻ പറ്റും. ഏറ്റവും പ്രധാനമായി ഇതിൽ വന്ന ഒരു ചികിത്സ എന്ന് പറയുമ്പോൾ കാലിലേക്കുള്ള രക്തോട്ടങ്ങൾ ഒഴിവാക്കാനുള്ള ആൻജിയോപ്ലാസ്റ്റി കാലിൽ ചെയ്യാൻ കഴിയും. അതുവഴി നമുക്ക് ഈ ബ്ലോക്കുകൾ ഒഴിവാക്കാനും അവിടേക്ക് രക്തം എത്തിക്കാനും കഴിയുന്നതിലൂടെ മുറിവിനെ വളരെ ഈസി ആയിട്ട് ഉണക്കാൻ കഴിയും. പിന്നെ ശക്തമായ ആൻറ്റിബയോട്ടിക്കുകൾ ഇന്ന് അവൈലബിൾ ആണ്. ഇതൊക്കെ വഴി നമ്മൾ പഴയ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ഒരു 80% മേലെ ഇന്ന് നമുക്ക് ലിംബ് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് രോഗിയുടെ ഭാഗത്തുനിന്ന് ഇതിന് വേണ്ടത്, ഒന്നാമത്തെ കാര്യം, നമുക്ക് സെൻസേഷൻ കുറഞ്ഞു എന്ന് തോന്നിയാൽ തീർച്ചയായും അതിനുള്ള പ്രൊട്ടക്റ്റീവ് ഫുട്വെയർസ് ഉപയോഗിക്കാതെ പുറത്തിറങ്ങാതിരിക്കുക. പിന്നെ എന്നും നമ്മുടെ വീട്ടിലെ ഒരു മിറർ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇണയോടോ ആരോടെങ്കിലും പറഞ്ഞ് കാല് നോക്കണമെന്നും ചെറിയ മുറിവുകളെല്ലാം വരുന്നുണ്ടോ എന്നുള്ള ഇൻസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. പിന്നെ കാലിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറവുണ്ടെങ്കിൽ അതിനാവശ്യമായ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുന്നത് വളരെ നല്ലതാണ്. ചിലപ്പോൾ ആസ്പിരിൻ ഗുളികകൾ പറ്റും, ചിലതിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെങ്കിൽ അത് ചെയ്യേണ്ടി വരും. അത്തരത്തിലുള്ള ചികിത്സകൾ എടുക്കുക. പിന്നെ കാലിലൊരു മുറിവ് കണ്ടാൽ, അല്ലെങ്കിൽ ഡയബറ്റിക് രോഗിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗ്രേവ് ആയിട്ടൊരു കോംപ്ലിക്കേഷനാണ് മുറിവ്. അത് വളരെ സീരിയസ് ആയി തന്നെ നമ്മളത് ട്രീറ്റ് ചെയ്ത് അത് ഉണങ്ങാൻ വളരെ കീനായിട്ട് തന്നെ നമ്മൾ ആക്ഷൻ എടുക്കണം, അല്ലെങ്കിൽ അത് പ്രോബ്ലം ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് ഡയബറ്റിക് വഴിയുള്ള ആംപ്യൂട്ടേഷൻസ് 100% നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല, ബട്ട് നമുക്ക് വളരെ കുറവാക്കാൻ കഴിയും. അതുപോലെ ഈ പ്രമേഹ രോഗികൾക്ക് പല്ല് പറിക്കാൻ ഇതിനൊക്കെ ഒരു നിശ്ചിത ലെവലിലെ ഷുഗർ പാടുള്ളൂ എന്ന് പറയാറുണ്ട്. അതെ അതെ. അപ്പോൾ അത് ബ്ലീഡിങ് പേടിച്ചിട്ടാണോ അതോ മുറിവ് ഉണങ്ങാത്തത് പേടിച്ചിട്ടാണോ? ബ്ലീഡിങ് അല്ല പ്രധാന കാരണം. ബ്ലീഡിങ് ഇൻക്രീസ് ഉണ്ടാവും ഡയബറ്റീസ് കൂടുമ്പോൾ. ഏറ്റവും പ്രധാന കാരണം ഒന്ന് ഇൻഫെക്ഷനും, രണ്ടാമത്തെ കാര്യം അവിടെയുള്ള നീര് കൂടുമ്പോൾ അവിടെയുള്ള മുറിവ് ഉണങ്ങാൻ അതിൻ്റെ ചുറ്റുഭാഗമുള്ള ടിഷ്യൂ ഹെൽത്തി ആയിരിക്കില്ല. അപ്പോൾ അവിടെ ഒരു നല്ല മുറിവ് ഉണക്കം നമുക്ക് കിട്ടില്ല. അത് ഈ പല്ല് മാത്രമല്ല, ഏത് സർജറിയും ഡയബറ്റിക് കൺട്രോൾ ഇല്ലാതെ ചെയ്താൽ അത് നല്ലതായിരിക്കില്ല, റിസൾട്ട് നല്ലതായിരിക്കില്ല. അത് ഈ ഒരു കാരണം കൊണ്ട് അവിടെ ഇൻഫെക്ഷനുള്ള സാധ്യത, ലോക്കലുള്ള ടിഷ്യൂ ഹെൽത്ത് എല്ലാം മോശമായിരിക്കും. ഓക്കെ. പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് ഐറ്റംസ്, ഡേറ്റ്സ് കഴിക്കാൻ പറ്റും ചിലർ പറഞ്ഞേക്കാം, ചില ആളുകൾ പറയും ഡേറ്റ്സ് കഴിക്കരുത് എന്ന് പറയുന്നു. അപ്പോൾ ഡേറ്റ്സ് ആണെങ്കിൽ നോമ്പിൻ്റെ ഒരു വലിയ ഘടകമാണ്.
അപ്പോൾ എന്തൊക്കെ ഫ്രൂട്ട്സാണ് പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റുന്നത്? 100% നമുക്ക് അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ പോസിബിൾ അല്ല. കാരണം എല്ലാ ഫ്രൂട്ട്സിലും ഫ്രക്ടോസ് എന്ന് പറയുന്ന ഒരു ഗ്ലൂക്കോസിന്റെ ഒരു വകഭേദം ഉണ്ട്. എന്നാലും നമുക്ക് ലിമിറ്റഡ് അളവിൽ ഫ്രൂട്ട്സ് കഴിക്കാം. അതിൽ ഫ്രൂട്ട്സിൽ തന്നെ ഹൈ കാലറി ആയിട്ടുള്ള ലോ കാലറി ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് മാങ്ങ അല്ലെങ്കിൽ ഓറഞ്ച്, പൈനാപ്പിൾ, ഇത്തരം മുന്തിരി, ഇതൊക്കെ വളരെ ഷുഗർ കണ്ടന്റ് കൂടിയ ഫ്രൂട്ട്സാണ്. അപ്പോൾ അത് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ കുറവേ ഉപയോഗിക്കാൻ കഴിയും. അതേസമയം തന്നെ നമ്മൾ ഓറഞ്ച്, അവക്കാഡോ, കിവി, പിന്നെ കോക്കനട്ടിൻ്റെ തേങ്ങ, ഇതിലൊക്കെ കമ്പാരിറ്റീവ്ലി ഷുഗർ കണ്ടന്റ് കുറവാണ്. അപ്പോൾ യു ക്യാൻ യൂസ് ലിറ്റിൽ മോർ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാമെന്നോ ഉപയോഗിക്കണ്ട എന്നോ പറയുന്നതിൽ അർത്ഥമില്ല. ഇതിലുള്ള ഒരു ഷുഗർ കണ്ടന്റ് കൂടിയ സാധനങ്ങൾ കുറക്കുകയും ഷുഗർ കണ്ടന്റ് കുറഞ്ഞത് കൂടുതൽ ഉപയോഗിക്കുകയും ചെയ്യും. ഇപ്പൊ നമുക്ക് അവക്കാഡോ ഒക്കെ എന്ന് പറയുമ്പോൾ തീരെ ഷുഗർ ഇല്ല, അതിൽ ഫാറ്റ് കൂടുതലാണ്. പക്ഷെ ഫാറ്റ് കണ്ടന്റ് കൂടുതൽ, അപ്പൊ അത് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. എന്തൊക്കെ ആയാലും ഈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കഴിക്കുന്നത് ആർക്കും നല്ലതല്ല. കാരണം ഫ്രൂട്ട്സിന്റെ അകത്ത് ജനറലി കാർബോഹൈഡ്രേറ്റും വൈറ്റമിൻ മാത്രമേ ഉള്ളൂ. യു ഡോണ്ട് ഹാവ് പ്രോട്ടീൻസ് അധികം ഫ്രൂട്ടിലും കാര്യമായിട്ടില്ല. ഒരുപാട് നമ്മൾ ഫ്രൂട്ട് ഡയറ്റ് മാത്രം കഴിച്ചാൽ നമ്മുടെ മസിൽസ് ഒക്കെ പോകാനുള്ള സാധ്യത. അപ്പോൾ ഒരു പോർഷൻ, നമ്മളൊരു ഫുഡ് പ്ലേറ്റ് എന്ന് പറയും, അതിൽ ഒരു പോർഷൻ കാർബോഹൈഡ്രേറ്റ്, ഒരു പോർഷൻ പ്രോട്ടീന്, ഒരു പോർഷൻ നമ്മൾ വെജിറ്റബിൾസ്, കൂടെ ഒരു ചെറിയ പോർഷൻ ഫ്രൂട്ട്സ് ഫോർ ടേസ്റ്റും അതിൻ്റെ വൈറ്റമിൻ കണ്ടന്റിനും കൂടി ഉപയോഗിക്കാം. ബട്ട് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഫ്രൂട്ട്സ് ഡെയിലി അത്ര നല്ല ഫുഡല്ല, അത് അഡ്വൈസബിൾ അല്ല. ഓക്കെ.